നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ആവണിക്കാകെ ഒരു പുച്ഛഭാവമായിരുന്നു മനസ്സിൽ. ഏതോ പട്ടിക്കാട്ടിൽ നിന്ന് വന്നൊരു കുടുംബം, അഷ്ടിക്ക് വകയില്ലാത്ത ലുക്കും കണ്ടിട്ടില്ലാത്ത എന്തോ കണ്ടൊരു അന്താളിപ്പും. പക്ഷേ ക്ലയൻസിനോട് ബഹുമാനം കാണിക്കേണ്ട തന്റെ ജോലിയുടെ ഭാഗമാണ്. എന്നാലേ തനിക്ക് ഓഫീസിൽ നിലനിൽപ്പുള്ളൂ. ശിവനാഥ് മേനോൻ ടേബിളിലേക്കൊന്ന് ആഞ്ഞിരുന്നുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ വീടും ചുറ്റുപാടൊക്കെ വല്ലാതെ ഇഷ്ടമായി. പിന്നെ എൻ്റെ മക്കൾ, അവരാ ഈ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഒരാൾ ഇവിടുത്തെ CEO പോസ്റ്റിൽ ഇരിക്കുന്ന ആളാ. അവൻ മറ്റൊരു മീറ്റിങ്ങിലായിപ്പോയി. മറ്റൊരാൾ പാരൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. അവൻ്റെ ഈ കമ്പനി. അവനിപ്പോൾ വരും. അവനും കൂടി വന്നിട്ട് ബാക്കി പ്രൊസീജിയേഴ്സ് ആരംഭിക്കാം. അവണി മോളെ കിരണിയും ജാനിയും ഒന്ന് വിളിക്കുക. ആ പേര് കേട്ടതും മായു ലാവണിയും ചെറിയൊരു ഭയത്തോടെ മുഖത്തോട് മുഖം നോക്കി. ബാക്കിയുള്ളവരൊട്ടൊന്നും ശ്രദ്ധിച്ചുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, നിങ്ങളുടെ വീടാണല്ലോ, അതും നിങ്ങൾ താമസിക്കുന്ന ഇടം. ഷൂട്ടൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ശിവനാഥ് മേനോൻ ചോദിക്കുമ്പോൾ ശശിധരൻ ദത്തിന് നിറഞ്ഞ പുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾക്കൊരു കണ്ടീഷനില്ല സാറേ. പിന്നെ എല്ലാം സാറിന്റെ ഇഷ്ടം പോലെ നോക്കിയും കണ്ടെങ്കിൽ ചെയ്താൽ മതി. എന്തായാലും ഞങ്ങൾക്ക് പൂർണ്ണ സമ്മത. ശശിധരൻ നിറഞ്ഞ ചിരിയോടെ പറയുമ്പോൾ ദത്തിനത് ശരിവെച്ച പോലെ തലയാട്ടി. നിങ്ങൾ ഇവിടേക്ക് തന്നെ വന്നതാണോ, അതോ മറ്റെവിടേക്കെങ്കിലും ട്രിപ്പോ മറ്റോ പോയിട്ട് വന്നതാണോ? അല്ല, എല്ലാവരും കൂടി വന്നുകൊണ്ട് ചോദിച്ചതാ. ശിവനാഥ് മേനോൻ കൽപ്പനയും മായയും ലാവണിയെയും നോക്കിയാണ് ചോദിച്ചത്. ഒരു ബിസിനസ് ഡീലിന് വരുമ്പോൾ ഫാമിലിയെ കൊണ്ടുവരുന്ന എന്തിനാ എന്നുള്ളൊരു സംശയം അതിലുണ്ടായിരുന്നു. ഈ പെണ്ണുങ്ങളൊന്നും വീട് വിട്ട് പുറത്തിറങ്ങാത്തവരാ സാറേ. അപ്പൊ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വെറുതെ കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. ദത്തിനൊരു ചിരിയോടെ പറഞ്ഞു. സാറേ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഈ കാശ്, അതിന്റെ കാര്യം എങ്ങനെയാ? ശശിധരൻ ഒരിക്കൽ കൂടി കാശിന്റെ കാര്യം കേൾക്കണമായിരുന്നു. ബ്രോക്കർ പറഞ്ഞ അറിവല്ലാതെ മറ്റൊന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. ഷൂട്ട് എത്ര ദിവസം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. മാക്സിമം 1 വീക്ക് കൊണ്ട് തീർക്കണം എന്നാ കരുതുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഈ പ്രൊജക്റ്റ്. ഒരു ദിവസം 5 ലക്ഷം. അങ്ങനെയാണ് നിങ്ങളുമായി ബന്ധപ്പെട്ടവരോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇടായതുകൊണ്ട് ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാൻ പോവുകയല്ലേ. നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് വേണമെങ്കിൽ ചോദിക്കാം. നോ ഇഷ്യൂ. ശിവനാഥ് മേനോൻ പറയുന്ന കേട്ട് ശശിധരന്റെയും ദത്തിന്റെയും കണ്ണ് ഒരിക്കൽ കൂടി പുറത്തേക്ക് തള്ളി. ബ്രോക്കർ വഴി നേരത്തെ അറിഞ്ഞ കാര്യം തന്നെയാണ്. എങ്കിലും ഇവിടെ തന്നെ വായിൽ നിന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി അവർക്ക്. പക്ഷേ പുച്ഛം മാത്രം വാരി വിതറിയുന്ന മുകുന്ദൻ ഇത്തവണ ഞെട്ടി. കയ്യിൽ വന്ന് ചേരാൻ പോകുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ച് ലാവണ്യ പറഞ്ഞപ്പോൾ മുകുന്ദൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ദത്തിനെ ഇതിൽ ഉൾപ്പെടുത്താൻ രഹസ്യമായി താനും അച്ഛനും മാത്രം ഈ കാര്യം ഡീൽ ചെയ്താൽ മതിയായിരുന്നു എന്ന് മുകുന്ദൻ ഒരു വേള ഓർത്തുപോയി. അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തുക ഇപ്പോൾ തന്നെ ആവശ്യപ്പെടാം. കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. എൻ്റെ മോൻ കുറച്ച് കാര്യങ്ങളിൽ കണിശക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ ഡീല് സംബന്ധിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിലൊക്കെ വേണ്ടപ്പെട്ട ആളുടെ സൈൻ ആവശ്യമായിട്ട് വരും. അതിനെന്താ സാറേ, എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം. സാറൊന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. അല്ലേ ദത്ത? അതെ അതെ. ദത്തിന് സന്തോഷം കൊണ്ട് കണ്ണുകാണാൻ പാടില്ലാത്തൊരവസ്ഥയായിരുന്നു. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ആവണി, ഇവർക്ക് കുടിക്കാനുള്ള കോഫി കൊണ്ടുവരാൻ പറയൂ. എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും റിലേഷൻ? കേൾക്കട്ടെ. ഈ സമയം ആവണി ഫോൺ എടുത്ത് ആരൊക്കെ വിളിച്ച് ഓഫീസിലേക്ക് കോഫി കൊണ്ടുവരാൻ ഏർപ്പാടുകൾ ചെയ്തു. ഞാൻ ശശിധരൻ നായർ, ഇതെന്റെ ഭാര്യ കൽപ്പന. ദേ, ഈ ഇരിക്കുന്ന അവളുടെ സഹോദരൻ ദത്തൻ. ഈ നിൽക്കുന്ന പെൺകുട്ടികൾ ഇവന്റെതാ, ഇരട്ടകളാ. മറ്റേതെന്റെ മകനാ മുകുന്ദൻ. ഇവന്റെ ഒരു മോളെയാ അവൻ കെട്ടിയിരിക്കുന്നത്, ലാവണ്യ. ശശിധരൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടി ഓരോന്ന് പറയുമ്പോൾ ശിവനാഥ് മേനോന് നെറ്റിയൊന്ന് ചുളിഞ്ഞു. എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എവിടേക്കോ കേട്ടിട്ടുള്ള പോലെ എന്തോ മനസ്സിലായതുപോലെ അദ്ദേഹം അറിയാതെ ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പോയി. പെട്ടെന്നാണ് ക്യാബിൻ ഡോർ തുറന്ന് കിരൺ അവിടെ കയറി വന്ന്. വളരെ വേഗത്തിൽ കയറി വന്നവൻ ഒരു സംശയം കൂടാതെ തന്നെ എല്ലാവർക്കും അഭിമുഖമായി നിന്ന് കയ്യും കെട്ടി നിന്നു. കിരണിനെ കണ്ടത് ചെയറിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് പോയി ദത്തനും ശശിധരനും കൽപ്പനയും ഒക്കെ. പുറകിൽ അന്തം വിട്ടു നിന്ന് ലാവണ്യയും മായയും മുകുന്ദനും. ശിവയങ്കിളിന് ഇവരെ വേണ്ട വിധം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കിരൺ പറയുമ്പോൾ മനസ്സിലുണ്ടായ സംശയം ഒന്നുകൂടി ബലപ്പെടും പോലെ തോന്നി ശിവനാഥിന്. നീലാംബരി മോളുടെ? അതേ, ഒരു അമ്പരപ്പോടെ ചോദിച്ചു. അതെ, നീലാംബരിയുടെ ഫാമിലി തന്നെയാ. ഒരു പുച്ഛത്തോടെ കിരൺ പറയുമ്പോൾ ശിവനാഥ് മേനോനിലുണ്ടായ ഞെട്ടലിനേക്കാൾ വലുതായിരുന്നു ശശിധരനും കുടുംബത്തിനും ഉണ്ടായത്. അതേപോലെ തന്നെ ഒരു ഞെട്ടൽ ആവണിയിലും ഉണ്ടായി. ആ വലിയ ഓഫീസ് റൂം തനിക്ക് ചുറ്റും കറങ്ങുന്ന പോലെ ശശിധരന് തോന്നി. തങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാനായി വിളിച്ചു വരുത്തിയ പോലെയാണ് മുകുന്ദന് തോന്നിയത്. പെട്ടെന്നുള്ള അമ്പരപ്പിൽ നിന്ന് വിട്ടുമാറിയ ശിവനാഥ് മേനോൻ പുഞ്ചിരിച്ചു. ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. നിങ്ങളുടെ വീടിന്റെ ഫോട്ടോസ് കണ്ട് ഇഷ്ടപ്പെടുമ്പോഴും ഈ ഡീല് വാക്കാൽ പറഞ്ഞുറപ്പിക്കുമ്പോഴൊന്നും
ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇത് നീലാംബരി മോളുടെ കുടുംബമാണെന്ന്. ഒരുപക്ഷെ അവൾക്കും അതറിയില്ലായിരിക്കും. എന്തായാലും നിങ്ങളെ കണ്ട സ്ഥിതിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇരിക്കണം മിസ്റ്റർ ശശിധരൻ നായർ. അദ്ദേഹം പറയുമ്പോൾ മടിച്ചായാലും ശശിധരൻ നായർ ചെയറിലേക്ക് ഇരുന്നു. ഒപ്പം ദത്തനും. പക്ഷേ കൽപ്പന നേരെ പോയി മുകുന്ദന്റെ അടുത്തായി നിലയുറപ്പിച്ചു. ഇനി എന്താണ് നടക്കുക എന്നുള്ള ആശങ്കയിലായിരുന്നു മായയും ലാവണ്യയും. മുന്നിലിരിക്കുന്ന വ്യക്തി നീലാംബരി മോൾ എന്ന് കിടക്കിട പറയുമ്പോൾ മുകുന്ദനാകെ വിറഞ്ഞേറി. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരുടെയായിട്ട് മാപ്പ് ചോദിക്കുക. അന്നത്തെ സംഭവത്തിൽ എൻ്റെ മക്കൾ തന്നെയാ തെറ്റുകാര്. എല്ലാം സംഭവിച്ചു പോയി. നിങ്ങളുടെ തറവാട്ടിലേക്ക് വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാതിരിക്കായിരുന്നു ഞങ്ങള്. അയ്യോ അതൊന്നും സാറില്ല സാറേ, എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതൊക്കെ പോട്ടെ. ഇപ്പൊ അതല്ലല്ലോ വിഷയം. ഇനി ആ പേരും പറഞ്ഞ് നിങ്ങളുടെ ഷൂട്ട് മുടക്കണ്ട. നിങ്ങളുടെ ഷൂട്ടിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പും നടത്തിയാട്ടെ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, അല്ലേ ദത്താ? പിന്നില്ലാണ്ട് സാറിന്റെ മോൻ പിടിച്ചിട്ടിച്ചത് എൻ്റെ മോളെയാ. അതുകൊണ്ട് എന്താ, എനിക്കിപ്പോ സമാധാനമുണ്ട്. ഇരട്ട പെൺപിള്ളേരാണേ. ഒന്നിന്റെ ഘട്ടെങ്കിലും നടന്നല്ലോ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അവളെ ഇതുപോലെ ആരുടെയെങ്കിലും കൈ പിടിച്ച് ഏൽപ്പിച്ചാ എനിക്ക് സമാധാനമായിട്ട് ഒരിടത്ത് ഒതുങ്ങി കൂടാലോ. ദത്തനില്ലാത്ത ദുഃഖം നടിച്ച് പറയുമ്പോൾ മുകുന്ദൻ നിന്ന് പല്ലുകടിച്ചു. കിരണിന്റെ കണ്ണുകളും വലിഞ്ഞു മുറിയ മുഖവുമായി നിൽക്കുന്ന മുകുന്ദന്റെ മുഖത്ത് തന്നെയായിരുന്നു. ഷൂട്ടിന്റെ കാര്യോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത് നമ്മൾ പറഞ്ഞ പോലെ തുടങ്ങിയിരിക്കും. പക്ഷേ മറ്റൊരു കാര്യം ഞങ്ങൾ പറയാനുണ്ട്, അല്ലേ മോനെ കിരൺ? ശിവനാഥ് മേനോൻ ചോദിക്കുമ്പോൾ കിരൺ എല്ലാവരെയും ചൂഴ്ന്നു നോക്കി അതേ നിൽപ്പ് തുറന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്ന ശശിധരനും ഫാമിലിയും നീലാംബരി റിസപ്ഷനിൽ അന്വേഷിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ കിരണിന് ഇങ്ങനെ ഡൗട്ട് തോന്നിയതാണ്. പുതിയ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ ഓണറും ഫാമിലി ക്യാബിൽ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ആവണി വിളിക്കുകൂടി ചെയ്തപ്പോൾ കിരണിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് അവൻ വേഗത്തിൽ തന്നെ ജാന്റെ ക്യാബിലേക്ക് ഓടിപ്പിടിച്ച് വന്നത്. അപ്പോഴെല്ലാം കിരൺ ജാനെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൻ കോൾ എടുക്കാമെന്നും കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്ത ശേഷം ഓഫീസിനകത്തേക്ക് കയറി. കാര്യങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ശേഷം ആ മെസ്സേജ് ജാന്റെ വാട്സാപ്പിലേക്ക് കിരൺ സെൻഡ് ചെയ്തിരുന്നു. നാദ പാരൽസിന്റെ മുമ്പിൽ ജാന്റെ ഓടി കാർ ചീറിപ്പാഞ്ഞു വന്നു നിന്നു. ഡോർ തുറന്നിറങ്ങിയ ജാൻ സെക്യൂരിറ്റിക്ക് നേരെ കാർ കീ എറിഞ്ഞുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ലിഫ്റ്റ് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. റിസപ്ഷനിലുള്ളവർ ജാനെ കണ്ടതും ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റെങ്കിലും അവൻ ആരെയും കണ്ട ഭാവം നടിച്ചില്ല. ഫുഡൊക്കെ കഴിച്ച് ക്യാബിൽ വന്നിരുന്നാണ് നിലയും കാവ്യയും. ഡാലിയെ കുറച്ച് ലേറ്റായാണ് ഓഫീസിലെത്തിയത്. വാ നില, നിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. നിനക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ ചേർന്ന് അല്ലേ കാവ്യേ? ഡാലിയെ പറയുമ്പോൾ കാവ്യ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ചെയറിലേക്ക് ചാരിയിരുന്നുകൊണ്ട് അശ്വിൻ നീലാംബരിയെ നോക്കി രസിച്ചു. അതുവഴി പോയ കീർത്തനയും നീലയുടെ വേഷം കണ്ടെന്ന് അമ്പരന്നു. ഫോട്ടോഷൂട്ട് സമയത്താണ് നീലാംബരി ഇതുപോലെ ജീൻസിലും ടീഷർട്ടിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ചുരിദാറും സ്കേർട്ടും ടോപ്പൊക്കെയാണ് അവളുടെ വേഷം. കാവ്യ, ക്യാബിൽ ഗസ്റ്റ് ഉണ്ട്. അവർ 6 പേരുണ്ടെന്ന് ആവണി മേം പറഞ്ഞ്. അവർക്ക് കോഫി എടുക്കണം. കൂടാതെ കിരൺ സാറും ശിവനാഥ് സാറും ആവണി മേഡം ഉണ്ട്. സോ അവർക്ക് കൂടി ചേർത്ത് കോഫി എടുത്തോളൂ. കാവ്യക്ക് വേണമെങ്കിൽ നീലാംബരി അശ്വിനെയോ ഡാലിയോ സഹായത്തിന് വിളിക്കാം. കീർത്തന പറയുമ്പോൾ കാവ്യക്കൊപ്പം നിലയും കൂടി എഴുന്നേറ്റു. പെട്ടെന്നാണ് ഓഫീസ് ഡോർ തുറന്ന് ഒരുവൻ അകത്തേക്ക് വേഗത്തിൽ കയറി വന്ന്. അകത്തേക്ക് കയറിയതും കാറ്റുപോലെ ക്യാബ് ലക്ഷ്യമാക്കി പോകുന്ന ജാനെ എല്ലാവരും അതിശയത്തോടെ നോക്കി നിന്നു. ഒന്നും മനസ്സിലാവാതെ നിലയും കാവ്യയും മുഖത്തോട് മുഖം നോക്കി. നീലാംബരിയുടെ മുഖത്ത് ചെറു പരിഭവം നിറഞ്ഞു. രാവിലെ മുതൽ അവന്റെ ഒരു വിവരമില്ലായിരുന്നു. ഇടയ്ക്ക് 1-2 തവണ അവൾ ഫോണിൽ വിളിക്കുമ്പോഴും കോൾ കട്ട് ചെയ്തളഞ്ഞല്ലാതെ ഒരു മെസ്സേജ് കൂടി അവൻ അയച്ചിരുന്നില്ല. വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും ബാക്ക് വേസ്റ്റ് കോട്ടും ബ്ലാക്ക് ബ്ലേസറുമായിരുന്നു അവന്റെ വേഷം. സൺഗ്ലാസ് ധരിച്ചുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യാതെ അവൻ ക്യാബിൻ ഡോർ തുറന്ന് വേഗത്തിൽ അകത്തേക്ക് കയറി. ശിവനാഥ് മേനോൻ വീണ്ടും എന്തോ കൂടി പറഞ്ഞു തുടങ്ങിയതും ഓഫീസ് ഡോർ തള്ളി തുറന്ന് ഞാൻ അകത്തേക്ക് കയറി വന്നിരുന്നു. കാറ്റുപോലെ ശിവനാഥ് മേനോന്റെ മറുവശത്തായി വന്നിന്ന് കയ്യും കെട്ടി നോക്കി നിന്നു അവൻ. കണ്ണിൽ നിന്നും സൺഗ്ലാസ് ഊരി മാറ്റി ആദ്യം അവന്റെ നോട്ടം പോയത് മുകുന്ദന്റെ നേർക്കാണ്. അന്ന് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി വേസ്റ്റ് കോട്ടും ബ്ലേസറൊക്കെ ധരിച്ച് പക്ക പവർ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ജാനെ നിറഞ്ഞ അസൂയയോടെ നോക്കി നിന്നു മുകുന്ദൻ. സമപ്രായക്കാരായിട്ട് കൂടി തന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ എല്ലാം തികഞ്ഞൊരു പുരുഷ രൂപമായിരുന്നു ജാൻ മുകുന്ദന്റെ മനസ്സിൽ. മുകുന്ദന്റെ കണ്ണുകൾ ചോര ഊറ്റിയെടുക്കും പോലെ ജാന്റെ ഷൂ മുതൽ മുകളിലേക്ക് ചലിച്ചു. നോക്കി നോക്കി അവസാനം എത്തി നിന്ന് തീ പാർന്ന 2 വെള്ളാരം കണ്ണുകളിലേക്കാണ്. ആ നോട്ടത്തിൽ മുകുന്ദനൊന്ന് പതിരിയെങ്കിലും തോറ്റെടുക്കാൻ തയ്യാറല്ലാത്തവനെ പോലെയൊന്ന് പുച്ഛിച്ച് മുഖം വെട്ടിത്തിരിച്ചു മുകുന്ദൻ. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഹൂ ലെറ്റ് ദം ഇൻ? പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അല്പം കുരിഞ്ഞ് ശിവനാഥിനോടായി ജാൻ ചോദിക്കുമ്പോൾ അവന്റെ നോട്ടം ഓരോരുത്തരായി എത്തി നിന്നു. ഇടമല നിൽക്കുന്ന തന്റെ 2 ആൺമക്കളെയും ശിവനാഥ് നോക്കി. എന്തിനും തയ്യാറായി നിൽക്കുന്ന 2 യോദ്ധാക്കളെ പോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു സിംഗിൾ റോങ് മൂവ്. എന്തിന്? ഒരു ശബ്ദം തന്റെ നേർക്കുയർന്നാൽ കടിച്ചുകൂടെയും എന്നുള്ളതിനൊരു സംശയവും വേണ്ട. ഒരു ചെറു ചിരിയോടെ അദ്ദേഹം ചെയറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അത്രയും സമയം ഭയം കലർന്ന ഞെട്ടലോടെ ഇരുന്ന ശശിധരനും ദത്തനും കസേരയിൽ നിന്ന് ചാടിപ്പിടഞ്ഞുകൊണ്ട് ഒപ്പം എഴുന്നേറ്റു.
പക്ഷേ മായയും ലാവണ്യ ആർത്തിയോട് നോക്കിയതത്രയും ജാന്റെ ശരീരത്തിലേക്ക് മാത്രമാണ്. കൂടാതെ അവൻ അകത്തേക്ക് കടന്നു വന്നപ്പോൾ അവിടമാകെ പടർന്നു പിടിച്ചൊരു വശ്യ സുഗന്ധവും. ഇതെന്റെ മക്കൾ, ജയ് ശിവനാഥ് മേനോൻ, ഇവൻ കിരൺനാഥ് മേനോൻ. ഇനിയൊരു പരിചയപ്പെടുത്തൽ വേണ്ടാന്ന് എനിക്കറിയാം. ഇവരുടെ ഇൻട്രോ അവർ തന്നെ ഒരിക്കൽ നിങ്ങൾക്ക് കാട്ടി തന്നല്ലേ. പക്ഷേ ഇന്ന് എൻ്റെ മക്കൾക്ക് ഞാൻ റോളൊന്നും കൊടുക്കില്ല. ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. സോ ഉണ്ണിക്കുട്ട, കിരൺ, യു ബോത്ത് നീഡ് ടു ബി സൈലന്റ് ഫോർ എ വൈൽ. അപ്പോഴൊരക്ഷരം മുരിയടാതെ മുന്നിലുള്ളവർ രൂക്ഷമായി നോക്കി നിന്ന് ചെക്കന്മാർ. ശശിധരന് പോലും ആ അച്ഛനെയും മക്കളെയും കണ്ട് അസൂയ തോന്നി. ഇവിടെ തനിക്കൊണ്ടൊരു മകൻ, ഒരു ബഹുമാനവും തരാതെ തർക്കുത്തരം മാത്രം പറഞ്ഞുകൊണ്ട് തോന്നിയവാസിയായി നടക്കുന്നവൻ, കുടുംബത്ത് 10 കാശിന് ഗുണമില്ലാതെ കൈയുള്ളം കൂടി കൊടുത്ത് ഒരു രാത്രിക്ക് പെണ്ണിനെ വിലക്ക് വാങ്ങുന്നവൻ, പെറ്റ തള്ളക്ക് നേരെ പോലെ അസഭ്യം പറഞ്ഞും കാലു വീശിയും അവന്റെ ആണത്വം കാണിക്കുന്നവൻ, ക്ഷമിക്കണം അങ്ങനെയൊന്ന് തനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ, തന്റെ മുന്നിൽ അമ്മയെ തൊട്ടവന്റെ കൈയെടുത്തവനും പുറകിൽ അമ്മയ്ക്ക് നേരെ കൈ ഉയർത്തിയവനും, മുന്നിലുള്ളവനെ സൂക്ഷിക്കണം. ശശിധരന്റെ മനസ്സിൽ കണക്കൂട്ടലുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അളിയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ദത്തൻ അത് മനക്കണ്ണിൽ കണ്ടും കഴിഞ്ഞു. വിളറി വെളുത്തിൽക്കുന്ന ശശിധരന്റെ മുഖത്ത് നോക്കി ശിവനാഥ് മേനോൻ പറഞ്ഞു തുടങ്ങി. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഷൂട്ടിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് എനിക്കിപ്പോൾ മറ്റൊരു കാര്യമാണ്. സി മിസ്റ്റർ ശശിധരൻ, ഞങ്ങൾ ഫാമിലിയായിട്ട് നിങ്ങളുടെ തറവാട്ടിൽ, അതായത് നീലാംബരി മോളുടെ തറവാട്ടിലേക്ക് വരാനിരുന്ന. അതെന്റെ മക്കൾ നിങ്ങളോട് കാട്ടിയ കുസൃതിക്ക് മാപ്പ് പറയാൻ വേണ്ടി മാത്രമായിരുന്നില്ല. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങളുടെ കുട്ടിയെ നിൽക്കുന്ന എൻ്റെ മകൻ ജയ് ശിവനാഥ് മേനോന് വിവാഹാലോചിക്കാൻ വേണ്ടി കൂടിയാ. എൻ്റെ മകൻ ജാന് നീലാംബരി മോളെ ഇഷ്ടമാ. ഡാഡ്, ലെറ്റ് മീ റിമൈൻഡ് യു ഓഫ് വൺ തിങ് ഇൻ കേസ് യു ഫോർഗോട്ട്. വിവാഹം ആലോചിക്കാനല്ല, നീലാംബരിയെ ജയ് ശിവനാഥ് മേനോൻ വിവാഹം കഴിക്കുന്ന വിവരം അറിയിക്കാൻ വേണ്ടി മാത്രം. അത് അവളുടെ അമ്മയോട് മാത്രം. ക്യാബിൻ ഡെസ്കിൽ ഇരു കൈകളും കുത്തി ശശിധരന്റെ മുഖത്ത് കണ്ണുകുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ഞാൻ പറയുമ്പോൾ ശശിധരൻ എന്ത് പറയണമെന്നറിയാതെ ഒരമ്പരപ്പോടെ ദത്തനെ നോക്കിപ്പോയി. അപ്പോഴും ഒരു ഞെട്ടിൽ നിന്ന് അത്രയും ആവണിയാണ്. കാരണം നീലാംബരിയെ ജാന്റെ കൈകളിൽ ഭദ്രമാക്കാനുള്ള അവസരങ്ങൾ കൊണ്ടുകൊടുക്കുകയാണ്. നീലാംബരിയുടെ വിവാഹം നടക്കേണ്ട രീതിക്ക് നടന്നാൽ തറവാട് വിൽക്കുന്ന കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ശശിധരൻ അറിയാം. നീലാംബരിയെ തിരികെ തറവാട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി സരോജിനിയുടെ പേരും പറഞ്ഞ് എല്ലാം വിറ്റുപെറുക്കി കിട്ടുന്ന കാശ് സ്വന്തം കീശയിലാക്കണം. അതായിരുന്നു ശശിധരന്റെ ലക്ഷ്യം. വിവാഹം നടന്നാൽ എങ്ങനെ അതൊക്കെ നടക്കാനാണ്? പക്ഷേ ഇത്രയൊന്നും വിശദമായി അറിയില്ലെങ്കിൽ കൂടി ശിവനാഥ് മേനോൻ എന്ന അച്ഛന് ഈ കുടുംബത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. പണം മാത്രമാണ് ഇവറ്റകളുടെ ലക്ഷ്യം. പണം നേടാൻ വേണ്ടി അമ്മയും പെങ്ങളെയും വരെ കച്ചവട ചരക്കാക്കുന്ന നികൃഷ്ട ജന്മങ്ങൾ. അറിയാം, പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ചെലവുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാവുമ്പോൾ. നീലാംബരി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ സ്ഥാനത്തു നിന്നും വളർത്തി വലുതാക്കിയതും പഠിപ്പിച്ചൊക്കെ അവളുടെ ശശിധരൻ അമ്മാവനാണെന്ന്. ശിവനാഥ് മേനോൻ കളി തുടങ്ങി. കിരൺ ഡെസ്കിൽ ഇരു കൈകളും കുത്തി ശിവനാഥ് മേനോനെ കണ്ണുറുക്കിയെ നോക്കി. ചിരിപ്പിക്കാതെടാ പട്ടി, അദ്ദേഹം മനസ്സിലായി പറഞ്ഞു. ഇത് വേണോ? കിരൺ ആ കണ്ണുകളിലേക്ക് നോക്കി മനസ്സിൽ ചോദിച്ചു. വേണ്ടേ? വേണ്ട. ഗ്രാൻഡ്മയ്ക്ക് പഠിക്കാതെ നേരെ ചൊവ്വെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നോക്കും മനുഷ്യ. ഓവറാക്കി കൊളാക്കരുത്, ഇല്ലെങ്കിൽ ആ നിൽക്കുന്നവർ നിങ്ങളെ വെച്ചേക്കില്ല. അപ്പോഴാണ് അദ്ദേഹം ജാനെ നോക്കിയത്. ഇപ്പൊ തിന്നു എന്ന പോലെ ഒരു നോട്ടം. ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ബ്ലേസർ ഒന്നുകൂടി പിടിച്ചിട്ടൊന്ന് നിവർന്നിരുന്നു ശിവനാഥ് മേനോൻ. ആ ഗ്യാപ്പിൽ ശശിധരൻ തന്റെ പ്ലാൻ മെനഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു കള്ളക്കരച്ചിൽ കഷ്ടപ്പെട്ട് വരുത്തി തീർത്ത് ആവുന്ന വിധത്തിൽ വാക്കുകളിൽ കരച്ചിൽ ചീളുകൾ കുത്തിക്കയറ്റി പ്രസംഗം തുടങ്ങി ശശിധരൻ. ഒരു ദുഃഖം അറിയിക്കാതെ സ്വന്തം മോളെ പോലെ തന്നെയാ ഞാൻ അവളെ വളർത്തിയത്. ഒരു കുറവും വരുത്താതെ അവളുടെ ഇഷ്ടത്തിന് പഠിപ്പിച്ചു. ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ അതും അന്വേഷിച്ചു കൊടുത്തു. എനിക്ക് അവളെ വിട്ടുപിരിയാൻ കഴിയാനിട്ടാ എൻ്റെ മകനെ കൊണ്ട് തന്നെ ഞാൻ അവിടെ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. എന്നിട്ടിപ്പോൾ എന്തായി? ഈ സാറന്മാർ വന്ന് അവളുടെ നിശ്ചയം മുടക്കി. എൻ്റെ മകനെ വേറെ കെട്ടിച്ചു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു വിവാഹം അത് നടക്കില്ല. അയാളുടെ നേരെ കുതിക്കാനാഞ്ഞ ജാനെ കഷ്ടപ്പെട്ട് കിരൺ തടഞ്ഞു നിർത്തി. ബാക്കി കൂടി കേട്ടിട്ട് അതും കൂടി ചേർത്ത് ഒരുമിച്ച് കൊടുക്കാമെന്ന പോലെ ശശിധരൻ വീണ്ടും കഥ തുറന്നു. കുടുംബത്തെ അനിഷ്ടങ്ങളൊന്നും ഒട്ടും ഒഴിയുന്നില്ല സാറന്മാരെ. എന്നെ നീലാംബരി മോളെ ഞാനത് അറിയിച്ചിട്ടില്ല. എൻ്റെ അമ്മ സുഖമില്ലാതെ ആശുപത്രിയിലാ. ക്യാൻസർ ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞ്. ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് കുറച്ച് പുരയിടാ. ഈ നിൽക്കുന്ന എൻ്റെ മകൻ മുകുന്ദൻ ദോഷം പറയല്ല, കാൽകാശിന് ഗുണമില്ലാത്തവനാ. മുകുന്ദന്റെ പല്ലി ഞെരിഞ്ഞു. കിരൺ പൊട്ടി വന്ന ശരി കടിച്ചമർത്തി. അമ്മയെ ചികിത്സിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ടാ ഞാൻ ഈ ഷൂട്ടിങ്ങിന് തന്നെ തയ്യാറായത്. അത് മുടങ്ങിയ തറവാടും പറമ്പും വിറ്റിട്ടായാലും ഞാൻ എൻ്റെ അമ്മയെ ചികിത്സിക്കും. അതിനിടയിൽ നീലാംബരി മോളുടെ വിവാഹം കൂടി ഞാൻ കൂട്ടിയാൽ കൂടില്ല. എൻ്റെ കുട്ടിയോട്
ഒരു 2 വർഷത്തെ സമയം ചോദിക്കാതിരിക്കുക ഞാൻ. അമ്മയ്ക്ക് അധികം ആയുസില്ലെന്നാ ഡോക്ടർമാർ പറഞ്ഞ്. എന്ന് കരുതി ചികിത്സിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അവൾക്ക് ഈ ശശിധരൻ മാമയെ മനസ്സിലാകാതിരിക്കില്ല. പെട്ടെന്ന് ആ ഡോറിലാരോ നോക്ക് ചെയ്ത്. ശിവനാഥ് മേനോൻ പെർമിഷൻ കൊടുത്തോ ഡോർ ഒന്ന് രണ്ടുപേര് അകത്തേക്ക് വന്നു. ആദ്യം കയറിയത് കാവ്യാണ്, തൊട്ടു പിന്നാലെ നീലാംബരിയും. എന്തോ പറഞ്ഞ് പരസ്പരം ചിരിച്ചുകൊണ്ടാണ് രണ്ടും അകത്തേക്ക് കയറിയത്. മുന്നിൽ നിൽക്കുന്നവരെ കണ്ട കാവ്യ പൂക്കുല പോലെ നിന്ന് വിറക്കാൻ തുടങ്ങി. എന്നാൽ നീലാംബരി ആവട്ടെ നേരത്തെ കേട്ട കോമഡി മനസ്സിലോർത്ത് ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയടക്കി അകത്തേക്ക് നടന്നു. കാവ്യയുടെ വിറയിൽ കണ്ട കിരൺ അവളുടെ കയ്യിൽ നിന്ന് വിറക്കുന്ന കോഫി ട്രേ നോക്കി കൈ ഉയർത്തി പതിയെ പതിയെ എന്ന പോലെ കാണിച്ചു. കാവ്യ കോഫിയുടെ ട്രേ ശ്രദ്ധയോടെ ടേബിൾ വെച്ച ശേഷം കൈയും കെട്ടി പുറകിൽ പോയി കുനിഞ്ഞെന്നു. നീലാംബരിയുടെ കയ്യിൽ ഒരു കപ്പിൽ ലെമൺ ഐസിൽ ടീ ആയിരുന്നു. അവളത് ടേബിളിലേക്ക് വെച്ച് ജാനിയെ നോക്കി. ചെക്കന്റെ മുഖത്തൊരു വല്ലാത്ത ചിരിയാണ്. ഇടത് കവളിൽ നാവിൻ തുമ്പാൽ ഒഴിഞ്ഞുകൊണ്ട് അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. എടുത്തു പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ബ്ലാക്ക് കളർ സ്ലിം ഫിറ്റ് ടീഷർട്ട്, ഒരു ബ്ലാക്ക് ജീൻസും. കിരൺ ചുണ്ട് കൂട്ടിപ്പിടിച്ച് കാവ്യയെ നോക്കി. നീലാംബരി തീർന്നു എന്ന പോലെ നിസ്സഹയായി കാവ്യ കിരണിനെ നോക്കി. കയ്യിലിരുന്ന ഫോൺ പാനിന്റെ പോക്കറ്റിലേക്ക് തിരികിക്കൊണ്ട് നീലാംബരി മനസ്സിലായി ഓർത്തു. എല്ലാവരും അസംബ്ലിക്ക് നിൽക്കുമ്പോൾ ആരെ നോക്കിയായി നിൽക്കുന്നേ? മുന്നിലേക്ക് നോക്കിയതും ഏതാനും കണ്ണുകൾ അവൾ ഉറ്റുനോക്കുന്ന കാണെ ഒന്ന് ഞെട്ടിക്കൊണ്ട് ടേബിളിൽ കയ്യൂന്നിപ്പോയി നില. കാലിന്റെ പെരുവിരലിൽ നിന്ന് ഒരു വിറയിൽ മുകളിലേക്ക് ഇരച്ച് കയറുന്ന പോലെ, കണ്ണുകളിൽ ഇരുട്ട് മൂടുന്ന പോലെ, കാൽ ചുവട്ടിൽ നിന്ന് എന്തോ ഒലിച്ചു പോകുന്ന പോലെ. കൽപ്പനയും ദത്തനും മായും ലാവണ്യയും വായും തുറന്നാണ് നിലയെ നോക്കിയതെങ്കിൽ ശശി തന്നെ നോട്ടം കൂർത്തതായിരുന്നു. മോഹനനാവട്ടെ ഒരേ സമയം ഞെട്ടിലും ദേഷ്യവും ഒക്കെ ആയിരുന്നു പുറത്ത് കാണിച്ച്. ധാവണിയും ചുറ്റി കുളിപ്പിന്നെല്ലാം കെട്ടി നടന്നവളാണ്. ആകെ ഒരു പുരോഗമനം ഉണ്ടായത് പർദ്ദ പോലുള്ള ചുരിദാറും ഒരു നോക്കിയ ഫോണും മാത്രമാണ്. ഇപ്പോൾ കൺമുമ്പിൽ അങ്ങനെ നിൽക്കുന്നു. ജീൻസും ടോപ്പും ഹൈ ഹീൽ ഷൂവും ധരിച്ച് എടുത്താൽ പൊങ്ങാത്ത ഒരു സ്മാർട്ട് ഫോണൊക്കെ കയ്യിൽ പിടിച്ച് അങ്ങനെ ഓരോരുത്തരെയും ഒരു വിറയിലൂടെ അവൾ നോക്കിയ ശേഷം പിന്നെ ആ നോട്ടം പോയത് ജാന്റെ നേരെയാണ്. നോക്കുമ്പോൾ അവൻ നെഞ്ചത്ത് കൈ പിണച്ച് കെട്ടി തലയെന്ന് ഏരിച്ച് അവളെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അവളവനെ നോക്കിയതും വലത് കൈ നിവർത്തി ചൂണ്ടുവിരലും നടുവിരലും മാത്രം അകത്തേക്ക് ചലിപ്പിച്ചുകൊണ്ട് മാടി വിളിച്ചു അവൻ അവളെ. ഒന്നും നോക്കിയില്ല. പിന്നെ അവന്റെ അടുത്തേക്ക് പാഞ്ഞു അവൾ. ഒറ്റ നിമിഷം അവന്റെ വലത് കൈ അവിടെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ അവന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത് കൈ പാന്റിന്റെ പോക്കറ്റിലേക്ക് കടത്തി. പിന്നെ അവന്റെ നോട്ടം പോയ നേരെ മുകുന്ദന്റെ നേർക്കാണ്. ഒരു വിജയച്ചിരി ജാന്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. എല്ലാം കണ്ട് ശിവനാഥ് മേനോൻ നിശബ്ദമായി ഒന്ന് ചിരിച്ചുകൊണ്ട് രണ്ടടി മുന്നിലേക്ക് നടന്നു. യെസ് മിസ്റ്റർ ശശിധരൻ, ബാക്കി കൂടി പറയൂ. അദ്ദേഹം ശശിധരന്റെ മുഖത്ത് പോയി ചോദിക്കുമ്പോൾ കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ആഘാതത്തിൽ നിന്ന് അയാൾ വിട്ടുമാറിയിരുന്നില്ല. അത് ദത്താ, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ. ശശിധരൻ വിക്കി വിക്കി പരവേശത്തോടെ ചുറ്റും നോക്കി. ആവണി, ഇവർക്ക് കോഫി സെർവ് ചെയ്യും. ജാന്റെ മാറിൽ പതുങ്ങിക്കൂടിയ നീലാംബരിയെ നോക്കി പല്ലടിക്കാൻ തിരക്കിലായിരുന്ന ആവണി അപ്പോൾ അതിനിൽ തന്നോട് കോഫി സെർവ് ചെയ്യാൻ പറഞ്ഞത് അവൾക്ക് അത്രയ്ക്ക് രസിച്ചില്ല. അവൾ നോക്കിയത് കാവ്യയുടെ മുഖത്താണ്. അത് മനസ്സിലായ പോലെ കാവ്യ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും. കാവ്യ സ്റ്റേ ദർ, ജാൻ പറയുമ്പോൾ കാവ്യ അവിടെ തന്നെ നിന്നുപോയി. ആവണി കോഫി ഓരോരുത്തർക്കായി കയ്യിലെടുത്ത് കൊടുത്തു. കോഫിയുമായി ഓഫീസിലെ വിശാലമായ കൗശിലേക്ക് എല്ലാവരോടും ഇരിക്കാൻ ശിവനാഥ് മേനോൻ ആവശ്യപ്പെട്ടതും മുകുന്ദനൊഴികെ എല്ലാവരും അവിടേക്ക് പോയിരുന്നു. ജാനും നീലാംബരിയും കിരണും കാവ്യ ആവണിയും ശിവനാഥ് മേനോനും അവർക്ക് അഭിമുഖമായി നിന്നതേയുള്ളൂ. നീല അപ്പോഴും ജാനോട് ചേർന്ന് തന്നെ നിന്നു. അതെ, ഡ്രസ്സ് എപ്പോഴാ ചേഞ്ച് ചെയ്ത്? രാവിലെ ഞാൻ ക്യാമറയിൽ നോക്കിയപ്പോൾ റെഡ് കളർ ചുരിദാറായിരുന്നല്ലോ. കോഫി വീണപ്പോൾ ഒത്തിരി വേദനിച്ചു. കോഫി വീണിട്ട് ഇപ്പൊ ഒന്ന് കാട്ടി തന്നാ ചൂടോടെ മരുന്ന് പുരട്ടി തരാം. കാണിച്ചു തരുമോ? കാതോരം പതിയെ ജാൻ ചോദിക്കുമ്പോൾ അവളൊരക്ഷരം മിണ്ടിയില്ലെന്ന് മാത്രമല്ല മുഖമുയർത്തി നോക്കിയത് പോലുമില്ല. സംസാരിക്കില്ലേ? പേടിയാണോ? ഒരു ചെറുചിരിയോടെ വീണ്ടും അവർ രഹസ്യം പറയുമ്പോൾ അവൾ പതിയെ അവനെ കയ്യിലൊന്ന് പിച്ചി ഇരു സൈഡിലേക്കും തലയൊന്ന് ചലിപ്പിച്ച് ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവരുടെ നോട്ടമെല്ലാം തങ്ങളുടെ നേർക്കാണെന്ന് കണ്ടതും അവന്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. ആ കണ്ണുകൾ ഒരിക്കൽ കൂടി കൂർത്തു. അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു അവൻ. മിസ്റ്റർ ശശിധരൻ, നിങ്ങൾ പറഞ്ഞു എനിക്ക് മനസ്സിലായി. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ പ്രശ്നം. അത് തീർന്നു നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സമയം തീരെയില്ല. സോ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നീലാംബരി മോളുടെ ഒരു തരി സ്വത്ത് പോലും മേനോൻ ഫാമിലിക്ക് ആവശ്യമില്ല. ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ഫാമിലിയാണ് ഞങ്ങളുടേത്. ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന ഒരു ഡിസൈനർ സ്ഥാപനം നോക്കി നടത്തുന്നവരാ എൻ്റെ 2 മക്കൾ. നീലാംബരിയെ കെട്ടാൻ പോകുന്നവൻ ഒരു കൊച്ചു കോടീശ്വരൻ തന്നെയാ. അത് ഞാൻ അഹങ്കാരത്തോടെ തന്നെ പറയും. കാരണം അവന്റെ മാത്രം മന്ത്ലി ഇൻകം കോടികളാ. ശിവനാഥ് പറഞ്ഞു. ശശിധരൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന കോഫി തരിപ്പിൽ കയറി.
അയാൾ ആഞ്ഞു ചുമച്ചു. അയാൾ ധരിച്ചിരുന്ന വെളുത്ത മുണ്ടിലും ഷർട്ടിലും വായിൽ നിന്ന് ചീറ്റിയ കോഫി തെറിച്ചു വീണു. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ട എൻ്റെ ഉത്തരവാദിത്വം കൂടിയാ. മേനോൻ ഫാമിലിയുടെ മരുമകളാവാൻ പോകുന്ന പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കും മിസ്റ്റർ ശശിധരൻ. എന്തു പറയുന്നു? ഇതിരിപ്പോ പറയാനും കേൾക്കാനും എന്തിരിക്കുന്നു? അയ്യോ, സാറ് പറയുന്നത് കേട്ടില്ല മനുഷ്യ. നമ്മുടെ കൊച്ചിന്റെ ഭാഗ്യ ഇതുപോലൊരു ബന്ധം. കൽപ്പന ചാടിപ്പടഞ്ഞ് എണീറ്റു. തോളെ മൂന്നൻ മുരണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ കടന്നു പിടിച്ചു. വീട്രാ, നിന്റെ കെട്ട് കഴിഞ്ഞല്ലേ? ശശിയേട്ടാ, ഇതിലിപ്പോ എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഈ മനുഷ്യൻ മണ്ടനാ. അല്ല, മണ്ടനെന്നല്ല, സ്വന്തം അമ്മയോർത്ത് നീറിപ്പോകിയ മനസ്സ്. അതാ ഒന്നും മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുന്നു. സ്വപ്നലോകത്തിരിക്കുന്ന ശശിധരനെ കൽപ്പനയും തത്തനും കുലുക്കി വിളിച്ചു. അളിയാ അളിയാ, ഷോ ഇങ്ങനെ ചത്തോ? പേടിക്കണ്ട, ഓടിയെന്നൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു ഷോക്ക്, അത്രേ ഉള്ളൂ. ഉള്ള വിലകളാതെ മര്യാദയ്ക്ക് ഇരിക്കളിയാ. ഈ പറഞ്ഞ കോടികൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ സത്യം ഒന്ന് മനസ്സിലാക്കുക. ചിരിച്ചും മുക്കിയും മൂളിയും തത്തൻ ശശിധരന്റെ ചെവിയിൽ ഓതിക്കൊടുത്തു. ഒന്ന് തലകുടഞ്ഞുകൊണ്ട് ശശിധരൻ എല്ലാവരെയും നോക്കി. ഒരു കാര്യം ചെയ്യാം. യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, നമുക്ക് ഈ ഓഫീസിൽ ഇരുന്നുള്ള സംസാരം തൽക്കാലം ഒഴിവാക്കാം. മാൻഷനിലേക്ക് പോവാം. എന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. എന്തു പറയുന്നു? ശിവനാഥ് മേനോൻ പറയുമ്പോൾ അതെവിടെയായെന്ന പോലെ ശശിധരൻ ചുറ്റും നോക്കി. അളിയ, അവരുടെ തന്നെ വലിയ സ്റ്റാർ ഹോട്ടലാവും ഈ മാൻഷൻ അല്ലേ? നമുക്ക് പോയാലോ? ഏയ് അല്ല, ഞാൻ പറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ പോകുന്ന കാര്യമാണ്. ചെറുപുഞ്ചിരിയോടെ ശിവനാഥ് പറഞ്ഞു. സുരക്ഷിതമായി എല്ലാവരെയും തറവാട്ടിൽ തിരികെ എത്തിക്കുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ശിവനാഥ് മേനോൻ പറഞ്ഞതും ബാബുവിന്റെ വണ്ടി ശശിധരനെ തിരികെ പറഞ്ഞയച്ചു. കാണുന്ന സ്വപ്നമോ മിഥ്യയോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ശശിധരനും കുടുംബവും. പണ്ട് വല്യമ്പൂരി വില പറഞ്ഞുറപ്പിച്ച പോലെ ഇവിടെയും നീലാംബരിയെ വില പറഞ്ഞ് വിൽക്കുന്നു. അതിനപ്പുറം ഒന്നും ആരും ചിന്തിച്ചില്ല. തറവാടും പറമ്പും വിറ്റാൽ കൂടിപ്പോയാൽ കഷ്ടിച്ച് 1 കോടിയോ മറ്റോ കിട്ടും. അതും വലിയ നിശ്ചയമില്ലാത്തൊരു കണക്കാണ്. ആ പ്രേതാലയം അറിഞ്ഞുകൊണ്ട് ആരും വാങ്ങില്ല. അപ്പൊ വിലയിടിയും. പിന്നെ പൊളിച്ചു വിറ്റാൽ തെറ്റില്ലാത്തൊരു തുക കിട്ടും. പിന്നെയുള്ള പ്രതീക്ഷ ബാക്കിയുള്ള ഏക്കർ കണക്കിനുള്ള പുരയിടമാണ്. അത് വിറ്റാൽ കിട്ടുന്ന ലക്ഷങ്ങൾ തന്നെ ശശിധരൻ കുടുംബത്തിന് 100 കോടിയുടെ മൂല്യമാണ്. അപ്പോഴാണ് ശരിക്കുള്ള കോടികളുടെ കാര്യം കേൾക്കാൻ ഇടയായത്. ചുളുവിന് കൈവെള്ളയിൽ വന്നു ചേരാൻ പോകുന്നു. ഇനി എന്നാണ് കൂടുതൽ ആലോചിക്കാൻ. കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.